ഹലോ, എല്ലാവർക്കും നമസ്കാരം. PSC ഓൺലൈൻ ക്രാക്കറിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സയൻസിലെ കുറച്ച് ചോദ്യോത്തരങ്ങളാണ്. അപ്പോൾ നമുക്ക് അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. നമ്മുടെ കണ്ണിലെ ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ്. നമ്മുടെ കണ്ണിലെ ലെൻസ് കോൺവെക്സ് ലെൻസ്. അടുത്ത ചോദ്യം, നമ്മുടെ കണ്ണിലുണ്ടാകുന്ന പ്രതിബിംബം എങ്ങനെയുള്ളതാണ്? തലകീഴായതാണ് നമ്മുടെ കണ്ണിലുണ്ടാകുന്ന പ്രതിബിംബം. അടുത്ത ചോദ്യം, കണ്ണിൽ എവിടെയാണ് തലകീഴായി പ്രതിബിംബം രൂപപ്പെടുന്നത്? റെറ്റിനയിൽ. കണ്ണിൽ എവിടെയാണ് തലകീഴായി പ്രതിബിംബം രൂപപ്പെടുന്നത്? റെറ്റിനയിൽ. അടുത്ത ചോദ്യം, സന്ദേശങ്ങളെ കണ്ണിൽ നിന്നും തലച്ചോറിലെത്തിക്കുന്നത് എന്തുവഴിയാണ്? നേത്രനാഡിയിലൂടെ. സന്ദേശങ്ങളെ കണ്ണിൽ നിന്നും തലച്ചോറിലെത്തിക്കുന്നത് നേത്രനാഡിയിലൂടെയാണ്. അടുത്ത ചോദ്യം, വസ്തുവിൻ്റെ യഥാർത്ഥവും നിവർന്നതുമായ കാഴ്ച സാധ്യമാക്കുന്നത് എന്താണ്? തലച്ചോറാണ്. വസ്തുവിൻ്റെ യഥാർത്ഥവും നിവർന്നതുമായ കാഴ്ച സാധ്യമാക്കുന്നത് തലച്ചോറാണ്. അടുത്ത ചോദ്യം, രണ്ട് കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ചു കാണാൻ കഴിയുന്നതിനെ എന്തു പറയുന്നു? ദ്വിനേത്ര ദർശനം. ഇതാണ് രണ്ട് കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ചു കാണാൻ കഴിയുന്നതിനെ പറയുന്നതാണ് ദ്വിനേത്ര ദർശനം. അടുത്ത ചോദ്യം, വസ്തുക്കളുടെ അകലം, സ്ഥാനം എന്നിവ നമുക്ക് കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കുന്നത് കണ്ണിൻ്റെ എന്ത് പ്രത്യേകത വഴിയാണ്? ദ്വിനേത്ര ദർശനം. എന്താണ്? വസ്തുക്കളുടെ അകലം, സ്ഥാനം എന്നിവ നമുക്ക് കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കുന്നത് കണ്ണിൻ്റെ ദ്വിനേത്ര ദർശനം എന്ന പ്രത്യേകത വഴിയാണ്. അടുത്ത ചോദ്യം, സ്പർശിച്ചറിയാൻ കഴിയുന്ന ഭൂപടങ്ങൾക്ക് പറയുന്ന പേര്? എബോസ്ഡ് മാപ്പ്. എന്താണ്? സ്പർശിച്ചറിയാൻ കഴിയുന്ന ഭൂപടങ്ങൾക്ക് പറയുന്ന പേരാണ് എബോസ്ഡ് മാപ്പ്. അടുത്ത ചോദ്യം, അന്ധരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായം ഏത്? ബ്രെയിൻ ലിപി. അന്ധരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായം ബ്രെയിൻ ലിപി ആണ്. അടുത്ത ചോദ്യം, ബ്രെയിൻ ലിപി വികസിപ്പിച്ചെടുത്ത വ്യക്തി ആരാണ്? ലൂയിസ് ബ്രെയിൻ. ആരാണ്? ലൂയിസ് ബ്രെയിൻ ആണ് ബ്രെയിൻ ലിപി വികസിപ്പിച്ചെടുത്ത വ്യക്തി. അടുത്ത ചോദ്യം, കണ്ണുകളെ രണ്ട് വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് വ്യത്യസ്ത കാഴ്ചകൾ ഒരേ സമയം കാണാൻ കഴിയുന്ന ജീവി ഏതാണ്? മരയോന്ത്. കണ്ണുകളെ രണ്ട് വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് വ്യത്യസ്ത കാഴ്ചകൾ ഒരേ സമയം കാണാൻ കഴിയുന്ന ജീവിയാണ് മരയോന്ത്. അടുത്ത ചോദ്യം, തല പിറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചകൾ കാണാൻ സാധിക്കുന്ന ജീവി? മൂങ്ങ. തല പിറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചകൾ കാണാൻ സാധിക്കുന്ന ജീവി മൂങ്ങ. അടുത്ത ചോദ്യം, ശബ്ദത്തെ ശേഖരിച്ച് ചെവിക്ക് ഉള്ളിലേക്ക് എത്തിക്കുന്ന ചെവിയുടെ ഭാഗം ഏതാണ്? ചെവിക്കുട. ഏതാണ്? ശബ്ദത്തെ ശേഖരിച്ച് ചെവിക്ക് ഉള്ളിലേക്ക് എത്തിക്കുന്ന ചെവിയുടെ ഭാഗം ഏതാണ്? ചെവിക്കുട. അടുത്ത ചോദ്യം, ആന്തരകർണം ഉപയോഗിച്ച് തറയിലുണ്ടാകുന്ന നേരിയ ചലനങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന ജീവി വിഭാഗം ഏതാണ്? പാമ്പുകൾ. ആന്തരകർണം ഉപയോഗിച്ച് തറയിലുണ്ടാകുന്ന നേരിയ ചലനങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന ജീവി വിഭാഗമാണ് പാമ്പുകൾ. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ ഘ്രാണശക്തിയുള്ള ജീവി? സ്രാവ്. ഏറ്റവും കൂടുതൽ ഘ്രാണശക്തിയുള്ള ജീവി സ്രാവ്. അടുത്ത ചോദ്യം, പാമ്പുകൾ ഗന്ധമറിയുന്നത് എങ്ങനെയാണ്? നാക്ക് വഴി. പാമ്പുകൾ ഗന്ധമറിയുന്നത് നാക്ക് വഴിയാണ്. അടുത്ത ചോദ്യം, രുചി അറിയുവാൻ സഹായിക്കുന്ന അവയവം ഏതാണ്? നാക്ക്. രുചി അറിയുവാൻ സഹായിക്കുന്ന അവയവം ഏത്? നാക്ക്. അടുത്ത ചോദ്യം, നാവിൽ മധുരം അനുഭവപ്പെടുന്നത് എവിടെയാണ്? നാവിൻ തുമ്പിൽ അല്ലെങ്കിൽ അഗ്രഭാഗത്ത്. നാവിൽ മധുരം അനുഭവപ്പെടുന്നത് നാവിൻ്റെ അഗ്രഭാഗത്താണ് അല്ലെങ്കിൽ നാവിൻ്റെ തുമ്പിലാണ്. അടുത്ത ചോദ്യം, ഉപ്പ്, പുളി എന്നിവ അനുഭവപ്പെടുന്നത് എവിടെയാണ്?
നാവിൻ്റെ വശങ്ങളിൽ. ഉപ്പ്, പുളി എന്നിവ നാവിൽ അനുഭവപ്പെടുന്നത് നാവിൻ്റെ വശങ്ങളിലാണ്. അടുത്ത ചോദ്യം, കയ്പ്പ് അനുഭവപ്പെടുന്നത് നാവിൻ്റെ ഏത് ഭാഗത്താണ്? നാവിൻ്റെ ഉൾഭാഗത്ത്. കയ്പ്പ് അനുഭവപ്പെടുന്നത് നാവിൻ്റെ ഉൾഭാഗത്താണ്. അടുത്ത ചോദ്യം, സ്പർശം അറിയാൻ സഹായിക്കുന്ന ശരീരഭാഗം ഏത്? ത്വക്ക്. സ്പർശം അറിയാൻ സഹായിക്കുന്ന ശരീരഭാഗം ത്വക്ക് ആണ്. അടുത്ത ചോദ്യം, കാഴ്ചശക്തി അറിയാൻ അക്ഷരങ്ങളോ അക്കങ്ങളോ ചിഹ്നങ്ങളോ വ്യത്യസ്ത വലുപ്പത്തിൽ 7 വരികളായി രേഖപ്പെടുത്തുന്ന സംവിധാനം ഏതാണ്? സ്നെല്ലൻ ചാർട്ട്. കാഴ്ചശക്തി അറിയാൻ അക്ഷരങ്ങളോ അക്കങ്ങളോ ചിഹ്നങ്ങളോ വ്യത്യസ്ത വലുപ്പത്തിൽ 7 വരികളായി രേഖപ്പെടുത്തുന്ന സംവിധാനമാണ് സ്നെല്ലൻ ചാർട്ട്. ഇത്രയും ചോദ്യോത്തരങ്ങളാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞ ചോദ്യോത്തരങ്ങൾ നമുക്കൊന്നുകൂടെ നോക്കാം. നമ്മുടെ കണ്ണിലെ ലെൻസ് കോൺവെക്സ് ലെൻസ്. നമ്മുടെ കണ്ണിലുണ്ടാകുന്ന പ്രതിബിംബം തലകീഴായതായിരിക്കും. കണ്ണിൽ എവിടെയാണ് തലകീഴായി പ്രതിബിംബം രൂപപ്പെടുന്നത്? റെറ്റിനയിലാണ്. സന്ദേശങ്ങളെ കണ്ണിൽ നിന്നും തലച്ചോറിൽ എത്തിക്കുന്നത് നേത്രനാഡിയിലൂടെയാണ്. വസ്തുവിൻ്റെ യഥാർത്ഥവും നിവർന്നതുമായ കാഴ്ച സാധ്യമാക്കുന്നത് തലച്ചോറാണ്. 2 കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ചു കാണാൻ കഴിയുന്നതിനെ പറയുന്നതാണ് ദ്വിനേത്ര ദർശനം. വസ്തുക്കളുടെ അകലം, സ്ഥാനം എന്നിവ നമുക്ക് കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കുന്നത് കണ്ണിൻ്റെ ദ്വിനേത്ര ദർശനം എന്ന പ്രത്യേകത വഴിയാണ്. സ്പർശിച്ചറിയാൻ കഴിയുന്ന ഭൂപടങ്ങൾക്ക് പറയുന്ന പേരാണ് എംബോസ്ഡ് മാപ്പ്. അന്ധരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായമാണ് ബ്രെയിൻ ലിപി. ബ്രെയിൻ ലിപി വികസിപ്പിച്ചെടുത്ത വ്യക്തിയാണ് ലൂയിസ് ബ്രെയിൻ. കണ്ണുകളെ 2 വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് വ്യത്യസ്ത കാഴ്ചകൾ ഒരേ സമയം കാണാൻ കഴിയുന്ന ജീവിയാണ് മരയോന്ത്. തല പിറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചകൾ കാണാൻ സാധിക്കുന്ന ജീവിയാണ് മൂങ്ങ. ശബ്ദത്തെ ശേഖരിച്ച് ചെവിക്കുള്ളിലേക്ക് എത്തിക്കുന്ന ചെവിയുടെ ഭാഗമാണ് ചെവിക്കുട. ആന്തരകർണം ഉപയോഗിച്ച് തറയിലുണ്ടാകുന്ന നേരിയ ചലനങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന ജീവി വിഭാഗമാണ് പാമ്പുകൾ. ഏറ്റവും കൂടുതൽ ഘ്രാണശക്തിയുള്ള ജീവിയാണ് സ്രാവ്. പാമ്പുകൾ ഗന്ധം അറിയുന്നത് നാക്ക് വഴിയാണ്. രുചി അറിയുവാൻ സഹായിക്കുന്ന അവയവമാണ് നാക്ക്. നാവിൽ മധുരം അനുഭവപ്പെടുന്നത് നാവിൻ്റെ അഗ്രഭാഗത്താണ്. അതുപോലെ ഉപ്പ്, പുളി എന്നിവ അനുഭവപ്പെടുന്നത് നാവിൻ്റെ വശങ്ങളിലാണ്. കയ്പ്പ് അനുഭവപ്പെടുന്നത് നാവിൻ്റെ ഉൾഭാഗത്താണ്. സ്പർശം അറിയാൻ സഹായിക്കുന്ന ശരീരഭാഗമാണ് ത്വക്ക്. കാഴ്ചശക്തി അറിയാൻ അക്ഷരങ്ങളോ അക്കങ്ങളോ ചിഹ്നങ്ങളോ വ്യത്യസ്ത വലിപ്പത്തിൽ 7 വരികളായി രേഖപ്പെടുത്തുന്ന സംവിധാനമാണ് സ്നെല്ലൻ ചാർട്ട്. അപ്പോൾ ഇത്രയും ചോദ്യോത്തരങ്ങളാണ് നമ്മളിന്ന് പഠിക്കുന്നത്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.